ലൈല മജ്നു. പ്രണയത്തിൻ്റെ വേരുകളിൽ ഓർമ്മകളും വിരഹവും വേദനയും അഴിച്ചെടുക്കാനാവാത്ത വിധം കെട്ടുപിണയുന്നു. ജീവിതത്തിൻ്റെ പിഴവുകൾ തീർക്കാൻ കഴിയാതെ പോയ വേദനയോടെ പുറത്തെ ഇരുളിൽ ഞാൻ നിനക്കായി കാവൽ നിൽക്കുന്നുണ്ട്. നെഞ്ചിൽ പെയ്തു പെരുകിയ ജലതുള്ളികളുടെ മേളപ്പെരുക്കത്തിൽ വിങ്ങിയ ഹൃദയവുമായി നീ അവിടെയുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ നെഞ്ചിലുണരുന്ന വേദനയുടെ കടലിൽ ഇപ്പോൾ ഓർമ്മകളുടെ വേലിയേറ്റമാണ്. വാക്കുകൾ കൊണ്ട് ബലി നൽകി അരങ്ങൊഴിഞ്ഞു പോകുന്ന പ്രണയം ബാക്കി വയ്ക്കുന്ന ഓർമ്മകളും പേറി ചോര പൊടിയുന്ന ആത്മാവുമായി ഇനിയും എത്ര കാലം? നൊമ്പരങ്ങൾ കനം വെച്ച ഹൃദയവുമായി എനിക്കിനി ഈ യാത്ര തുടരാൻ വയ്യ. കാലം എത്ര കഴിഞ്ഞാലും ചിലത് ആഴങ്ങളിൽ നിന്ന് അടർത്തി മാറ്റാനാവാത്ത വിധം മറഞ്ഞുകിടക്കും. വാക്കുകൾ കൊണ്ടും വഴികൾ കൊണ്ടും ഒറ്റയ്ക്കായി പോയ സൗമ്യതാരമേ, അഗ്നിനക്ഷത്രമായി ജ്വലിക്കുക. പ്രിയ സുഹൃത്തെ, പ്രണയത്തിൻ്റെ തുറവിയിലേക്ക് ഉപാധികളില്ലാത്ത ഈ യാത്ര ഇനി നിങ്ങൾ തുടരുക. ജിജോ നിയതം. നിസാമി ഗഞ്ചാവിയുടെ ലൈല മജ്നുവിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. അറബി സഞ്ചാരി വർഗങ്ങൾക്കിടയിൽ ഫാത്തിമ വംശീയനായ ഒരു മഹാപ്രഭു ബാനു അമീർ ഭരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തോളം മറ്റൊരു രാജ്യവും സമൃദ്ധി നേടിയിരുന്നില്ല. അതിദൂര കിഴക്കൻ ചക്രവാളങ്ങളിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ കീർത്തിയുടെ മധുര സുഗന്ധം പടിഞ്ഞാറൻ കാറ്റ് എത്തിച്ചു. മികവും കർമ്മസിദ്ധിയും അദ്ദേഹത്തെ അറബികളുടെ സുൽത്താനാക്കി. സമ്പത്ത് ഖൊറായുടേതിനു തുല്യമായി. പാവങ്ങളോടുള്ള കരുണ അദ്ദേഹത്തിൻ്റെ മടിശീല എപ്പോഴും അഴിപ്പിച്ചു. അപരിചിതർക്ക് ഉദാരനായ ആതിഥേയനായി. സൗഭാഗ്യം ജീവിത ഭാഗമാണെന്ന് തോന്നിപ്പിക്കും വിധം ഓരോ സംരംഭത്തിലും ഉത്കർഷം നേടി. ഒരു ഖലീഫയെ പോലെ ആദരിക്കപ്പെട്ടെങ്കിലും കാന്തി മങ്ങി കത്തുന്ന ഒരു മെഴുകുതിരി പോലെ സ്വയം തോന്നിപ്പിച്ചു. ഒരു സ്വകാര്യ വിഷാദം ആ മഹാമനസ്സിനെ കവർന്നിരുന്നു. ആഗ്രഹിച്ചതൊക്കെ നേടി. ഒരു കുഞ്ഞൊഴിച്ച്. സന്തതിയില്ലാത്ത ജീവിതം. എന്തു കീർത്തി, എന്ത് സമ്പത്ത്, എന്ത് അധികാരം. അവകാശിയില്ലാതെ അന്യാധീനം വന്നാൽ അതൊക്കെ കൊണ്ട് എന്ത് കാര്യം? വിത്ത് കൊഴിഞ്ഞഴുകാനോ ചില്ല മണ്ണടിയാനോ? സൈപ്രസ് മരം മണ്ണടിഞ്ഞാൽ പക്ഷി എവിടെ കൂടുകൂട്ടും? എങ്ങുണ്ട് സന്തോഷം? ഒരു തണൽ, ഒരു രക്ഷ. ജീവനുണ്ടെങ്കിലും കുഞ്ഞിനു വേണ്ടിയുള്ള വ്യത മരണത്തെ അതിജീവിക്കാൻ എങ്ങനെ സഹായിക്കും? വ്യാകുലതയിൽ പൊരുന്നയിരിക്കുന്ന വാർദ്ധക്യത്തിൽ വംശവർധനാമോഹവും കനത്തു. ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ഫലം നൽകുന്നില്ല. കൊതിച്ചു കൊതിച്ചു കാത്ത പൂർണ്ണചന്ദ്രൻ ആകാശത്ത് വിടരുന്നില്ല. നട്ട മുല്ലവിത്തുകൾക്ക് മുള പൊട്ടുന്നില്ല. വിധിക്കു വഴങ്ങി തൃപ്തനാവാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. സഫലമാകാത്ത മോഹത്തിൽ മനസ്സുരുകുമ്പോഴും പടച്ചവൻ തന്ന മറ്റു സൗഭാഗ്യങ്ങൾ ചിന്തയിൽ പാറിക്കളിച്ചു. മനുഷ്യർ അങ്ങനെയാണ്. പ്രാർത്ഥനകൾക്ക് മറുപടി വൈകി അവശേഷിക്കുമ്പോഴും അത് നല്ലതിനാണെന്ന് നാം ചിന്തിക്കാറില്ലേ? ഭാവി കൺവെട്ടത്തു നിന്ന് മറിഞ്ഞിരിക്കുവോളം ആവശ്യങ്ങളെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുണ്ട്. വിധിയുടെ നൂൽ ദൃഷ്ടിപ്രപഞ്ചത്തിൻ്റെ കവാടത്തിൽ അവസാനിക്കുന്നു. താഴു തുറക്കുന്നതിൽ ഇന്ന് കുഴയ്ക്കുന്ന ഒന്ന് നാളെ യഥാർത്ഥ പഴുതായി തീർന്നേക്കാം. ഇതിനിടയിൽ പലതും സംഭവിക്കാം. സ്വാധീനത്തിലാവാത്ത രത്നത്തിനു വേണ്ടി മനസ്സ് വല്ലാതെ ദാഹിച്ചു. ചിപ്പി മുത്തിനെ പോഷിപ്പിക്കും പോലെ. തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കും വരെ അദ്ദേഹം കേണു പ്രാർത്ഥിച്ചു. അങ്ങനെ മാതുളത്തിൻ്റെ മന്ദസ്മിതയുള്ള ഒരു കുഞ്ഞു പിറന്നു. മുഴുരാത്രി കൊണ്ട് മുട്ടുവിരിഞ്ഞ പനിനീർ പൂവ്. ഇഹത്തിൻ്റെ ഇരുട്ട് മുഴുവൻ പ്രകാശധാരയായി പരിവർത്തിപ്പിക്കുന്ന രത്നം. ആനന്ദപരവശനായ പിതാവ് തൻ്റെ നിധിയിലേക്ക് ലോകത്തിൻ്റെ വാതിൽ തുറന്നു. തനിക്കു കൈവന്ന സുഹൃതം എല്ലാവരുമായി പങ്കുവെക്കണം. അനുഗ്രഹ മന്ത്രങ്ങൾ കൊണ്ടും സന്തോഷാരവങ്ങൾ കൊണ്ടും പുണ്യസന്ദർഭം ആളുകൾ ആഘോഷിച്ചു. കുഞ്ഞിനെ ഒരു പരിചാരികയുടെ പരിചരണത്തിന് കീഴിലാക്കി. അവളുടെ ഉണർന്ന കണ്ണുകളുടെ സംരക്ഷണത്തിൽ അവൻ ശക്തനായി വളരണം. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ നുണഞ്ഞ ഓരോ തുള്ളിപ്പാലും വിശ്വാസത്തിൻ്റെ സത്ത അവനിൽ നിറച്ചു. അവൻ കഴിച്ച ഓരോ വറ്റും ഹൃദയം കരുണ കൊണ്ട് നിറച്ചു. മുഖത്ത് തെളിഞ്ഞ ഓരോ നീലരേഖയും സാത്താനെതിരായ പ്രതിരോധ രേഖകളായി ആത്മാവിൽ മാന്ത്രികമായി പ്രവർത്തിച്ചു. ഇതെല്ലാം പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് മറച്ച ഒരു രഹസ്യമായി അവശേഷിച്ചു. 2 ആഴ്ചയ്ക്കു ശേഷം ശരിക്കും പൂർണ്ണചന്ദ്രനായി കാണപ്പെട്ട അവന് കൈസ് എന്ന പേര് നൽകി. 1 വർഷം കൊണ്ട് അവൻ്റെ സൗന്ദര്യം പരിപൂർണത പ്രാപിച്ചു. ജലത്തെ തുളച്ചു പായുന്ന പ്രകാശരശ്മി പോലെ ആ സ്നേഹരത്നം ശരീരത്തിൻ്റെ ആവരണത്തെ വെട്ടിച്ച് പ്രഭ ചൊരിഞ്ഞു. ശൈശവത്തിൻ്റെ ആഹ്ലാദ പൂന്തോട്ടത്തിൽ പരിചരണ കവചത്തിനുള്ളിൽ കളിച്ചും ചിരിച്ചും ആ പൂവ് വളർന്നു. അവന് 7 വയസ്സായപ്പോൾ താടിയിലെ ആദ്യ നനുനനുത്ത രോമങ്ങൾ
ചെങ്കവിളിൽ തിളങ്ങാൻ തുടങ്ങി. 10 വയസ്സിൽ അവൻ്റെ സൗന്ദര്യപുരാണം ഒരു നാടോടി കഥ പോലെ ആളുകൾക്കിടയിൽ പരന്നു. ദൂരെ നിന്നാണെങ്കിലും കണ്ടവരൊക്കെ അവനെ അനുഗ്രഹിക്കാൻ സ്വർഗത്തോട് അപേക്ഷിച്ചു. പിതാവ് അവനെ പഠിക്കാൻ അയച്ചു. മുന്തിയ അറബികൾ മക്കളെ അയക്കുന്ന ഒരു പണ്ഡിതന്റെ അടുത്ത്. ലോകത്തിന് ഉപകാരമായി തീരുന്ന എല്ലാം അദ്ദേഹം അഭ്യസിപ്പിക്കും. കളികൾ നിർത്തി നിഷ്ഠയോടെയുള്ള അഭ്യസനം. ഗുരുവിനോട് അല്പം ഭയം അത്യാവശ്യം തന്നെ. കൈസ് അതിവേഗം ഉത്തമ വിദ്യാർത്ഥികളിൽ ഒരാളായി മാറി. വായനയിലും എഴുത്തിലും വളരെ എളുപ്പം പ്രാവീണ്യം നേടി. പഠിച്ചത് ഉരുവിടുന്നത് മുത്തുകൾ പൊഴിയും പോലെ കേട്ടിരിക്കാൻ തോന്നും. അവൻ്റെ സഹപാഠികളിൽ പെൺകുട്ടികളുമുണ്ടായിരുന്നു. പ്രമാണി ഗൃഹങ്ങളിൽ നിന്ന് വന്നവർ തന്നെ. ഒരു നാൾ ഒരു കൊച്ചു സുന്ദരി അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ഒരപൂർവ രത്നം, സൈപ്രസ് ചെടി പോലെ പേലവം. ആ പേടമാൻ മിഴികളുടെ ഒറ്റ മിന്നൽ നോട്ടം ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ തുളച്ചു കയറി. ഒരിമവെട്ടലിൽ ലോകം സ്തബ്ധമാകും. കാഴ്ചയിൽ ഒരറബി പൗർണമി. അന്യഹൃദയങ്ങൾക്ക് ആകർഷണമായി എത്തും വരെ അവൾ ഒരു പേർഷ്യൻ രഹസ്യമായിരുന്നു. അവളുടെ ഇരുണ്ട മുടിയുടെ നിഴലിൻ കീഴെ മുഖം ഒരു ദീപം പോലെ. കരിംചിറകുകൾ ചുറ്റും ഇളകുന്ന ഒരു തീജ്വാല. ഇത്ര ചെറിയ വതനത്തിൽ നിന്ന് എല്ലാവരെയും മോഹിപ്പിക്കുന്ന മധുരധാര പ്രവഹിക്കുകയോ? ഒരു പഞ്ചസാര തരിക്ക് സകല സൈന്യങ്ങളെയും പിളർക്കാൻ കഴിയുമോ? മുഖരാഗം അവൾക്ക് അനാവശ്യമായിരുന്നു. അവൾ പാനം ചെയ്യുന്ന പാല് പോലും ചുണ്ടിൻ്റെയും കവിളിൻ്റെയും ഇളം ചുവപ്പ് നിറമായി. കാന്തിമത്തായ കണ്ണുകളാൽ സജ്ജമായിരുന്നു അവൾ. അമ്മ അവളെ ഭൂമിയിലേക്ക് ആനയിക്കുമ്പോൾ തന്നെ കവിളിൽ പുള്ളിയുണ്ട്. ആ അത്ഭുത സൃഷ്ടിയുടെ പേര് ലൈല എന്നാണ്. അറബിയിൽ ലൈൽ രാവാണ്. രാഖറുപ്പിൻ്റെ നിറമായിരുന്നു അവളുടെ മുടിക്ക്. ഒറ്റ നോട്ടത്തിൽ ആരും അവളെ മോഹിച്ചു പോകും. യുവാവായ ഖൈസിന് മോഹം അല്പം ഏറെ തന്നെ ഉണ്ടായി. പ്രണയം എന്താണെന്നറിയും മുമ്പ് തന്നെ അവൻ പ്രണയസാഗരത്തിൽ മുങ്ങി. താൻ നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്നറിയാതെ അവൻ ഹൃദയം ലൈലയ്ക്ക് സമർപ്പിച്ചു. ലൈലയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. രണ്ടുപേരിലും ഒരു തീ ആളിക്കത്തി. അവർ പരസ്പരം പ്രതിഫലിച്ചു. അതിനെതിരെ അവർക്ക് എന്തു ചെയ്യാൻ കഴിയും? വീഞ്ഞു വിൽപ്പനക്കാരൻ ചഷകം അറ്റം വരെ നിറച്ചു. കിട്ടിയത് മുഴുവൻ അവർ കുടിച്ചു തീർത്തു. കുട്ടികളല്ലേ, എന്തെന്നറിയാതെ ആവോളം കുടിച്ചത് തലയ്ക്ക് പിടിച്ചു. ആദ്യമായി മദ്യം സേവിക്കുന്ന ഒരാൾക്ക് ലഹരി അങ്ങേയറ്റമുണ്ടാകും. ഒരിക്കലും വീഴാത്തൊരാൾ ആഴത്തിലേക്കു തന്നെ പതിക്കുന്നു. പേരറിയാത്തൊരു പൂവിൻ്റെ സുഗന്ധം അവർ ആവോളം ശ്വസിച്ചു. ആരുമറിയാതെ ആ വിസ്മയ ലഹരി ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. പകൽ ലഹരി മോന്തി, രാത്രിയിൽ അത് കിനാവായി. ലഹരിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് പരസ്പരം ഇഴകിച്ചേരുന്നതിൻ്റെ ആഴവും കൂടി. കണ്ണുകൾ കാണാതായി. കാതുകൾ വിദ്യാലയത്തെയും ലോകത്തെയും അവഗണിച്ചു. അവർ പരസ്പരം കണ്ടെത്തി. സഹപാഠികൾ പാഠങ്ങളിൽ പാടുപെടുമ്പോൾ പഠനത്തിൻ്റെ മറുവഴിയിലായിരുന്നു അവർ. പരസ്പരമുള്ള ഓരോ നോട്ടത്തിലും പ്രണയത്തിൻ്റെ വ്യാകരണക്കുറിപ്പുകൾ വായിച്ചു. കടാക്ഷങ്ങൾ സമ്പാദ്യത്തിൻ്റെ തൊടുകുറിയായി പ്രണയമന്ത്രാക്ഷരം അക്ഷയവിന്യാസക്കുരുക്കുകളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കി. ലാളനത്തിൻ്റെ പാഠക്കുറിപ്പുകൾ മാത്രം അവർ പരിശീലിച്ചു. മറ്റുള്ളവർ എണ്ണിപ്പഠിച്ചു. എണ്ണാനാവാത്ത ആർദ്രത അവരുരുവിട്ടു. പ്രണയത്തിൻ്റെ ആദ്യ പൂവിടൽ ഖൈസിനും ലൈലയ്ക്കും ആനന്ദകരമായി തോന്നി. ആനന്ദം എത്ര നാൾ തുടരും? തങ്ങളുടെ കാന്തി വലയത്തിൽ ഒരു കരിനിഴൽ പടരുന്നത് കുട്ടികൾ കണ്ടില്ല. ലോകത്തിൻ്റെ രീതികളും നീതിക്രമങ്ങളും അവർക്കറിയില്ലല്ലോ. ആപത്ത് ആഞ്ഞടിക്കും വരെ ആഴ്ചകളും മണിക്കൂറുകളും അവരെണ്ണാറില്ല. അഗാധ ഗർത്തത്തിൽ നിന്ന് ജോസഫ് പുറത്തു വന്ന പോലെ സൂര്യനെത്തി. എന്നും പ്രഭാതത്തിൽ ഒരു സ്വർണ്ണ നാരങ്ങ വിലപിടിച്ച ഒരു കളിക്കോപ്പ് പോലെ ചക്രവാളാതിർത്തിയെ ഉല്ലംഘിച്ച് ആകാശത്തുയർന്നു വരുന്നു. പകൽ കഠിനാധ്വാനത്താൽ പഴകി ദ്രവിച്ച് പടിഞ്ഞാറേക്ക് താണ് ആഴത്തിൽ മുങ്ങിപ്പോകുന്നു. ലൈലയും പ്രഭാതത്തിൽ കത്തിജ്വലിച്ചു. ദിനവും കൂടുതൽ ചന്തത്തിൽ വളർന്നു. കൈസ് മാത്രമല്ല, അവൻ്റെ സഹപാഠികളും അത് ശ്രദ്ധിച്ചു. അറിഞ്ഞും അറിയാത്ത പോലെയും അവരവളെ നോക്കി നിന്നു. ചെറുചുഴികളുള്ള ചെറുനാരങ്ങ പോലുള്ള അവളുടെ താടിയുടെ ദർശനം എങ്ങാനും അവർക്ക് ലഭിച്ചാൽ ആസക്തി നിറയുന്ന ചാറു നിറഞ്ഞു തുളുമ്പുന്ന മാതളം പോലെ അവർക്ക് അനുഭവപ്പെട്ടു. കൈസും അത് ശ്രദ്ധിച്ചില്ലേ? തീർച്ചയായും ആദ്യമായി പ്രണയത്തിൻ്റെ മധുരസുഗന്ധത്തിൽ ഒരു ചവർപ്പ് കൂടിക്കലരുന്നത് അവൻ അറിഞ്ഞു. അന്ധമായ സന്തോഷത്തള്ളലിൽ ഒരു വിള്ളൽ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഒരാശങ്ക. പക്ഷേ വൈകിയിരുന്നു. കമിതാക്കൾ പ്രണയവിസ്മൃതിയുടെ വീഞ്ഞിൽ സ്വർഗത്തിൽ ലയിച്ചിരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും അവർക്കു നേരെ തിരിഞ്ഞു. അവർ വേണ്ടവിധം ഗ്രഹിച്ചോ എന്നറിയില്ല. കമിതാക്കളുടെ രഹസ്യചിഹ്നങ്ങളും മിഴിക്കൈമാറ്റങ്ങളും ലോകത്തിന് വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം. എങ്കിലും അവർ തോൽക്കാൻ കൂട്ടാക്കിയില്ല.
തങ്ങളുടേതായ ക്ഷുദ്രമാർഗങ്ങളിലൂടെ അവരത് കണ്ടുപിടിച്ചു. ആകാംക്ഷ കൊണ്ട് വലഞ്ഞ്, അസൂയ കൊണ്ട് വേവലാതി പൂണ്ട്, മറ്റുള്ളവരുടെ പരുങ്ങലിലുള്ള ആനന്ദം കൊണ്ട് അവരത് കണ്ടുപിടിച്ചു. കമിതാക്കളാകട്ടെ ശത്രുക്കളുടെ കെണിയൊരുക്കം എളുപ്പമുള്ളതാക്കി തീർത്തു. എന്താ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവർ പുച്ഛം മറച്ചു വെച്ചില്ല. വായിൽ നിന്ന് വായിലേക്ക്, കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, കൂടാരങ്ങളിലൂടെ വാർത്ത പടർന്നു. നികൃഷ്ട നാവുകൾ സൗമ്യമായതിനെ പഴിച്ചു. മിഴികൾക്കും അധരങ്ങൾക്കും മറനഷ്ടമായി. ചതുരങ്ങളിലെ മർമ്മരങ്ങളാൽ പിടിക്കപ്പെട്ടു. നോട്ടങ്ങളിൽ പോലും ദിവ്യരഹസ്യം പരസ്യമായി. സ്വപ്നലഹരിയിൽ മുങ്ങിയവർക്ക് കണ്ണു തുറക്കാൻ കഴിയില്ല. തങ്ങൾക്കു നേരെ നീളുന്ന ചൂണ്ടുവിരലുകൾ ലൈലയും കൈസും ശ്രദ്ധിച്ചു തുടങ്ങി. അവരെ ചുറ്റി ആക്ഷേപങ്ങളും പരിഹാസവചനങ്ങളും പിറുപിറുക്കലുകളും നിറഞ്ഞു. അപരിചിതരുടെ കണ്ണുകൾ ഗൂഢമായി അവരെ പിന്തുടർന്നു. അന്ധപ്രണയത്തെക്കുറിച്ച് പെട്ടെന്നവർക്ക് ബോധമുദിച്ചു. വേട്ടക്കാരെയും അവരുടെ അമ്പിൻ മുനകളെയും എന്തേ തങ്ങൾ കണ്ടില്ല? കീറിയ മൂടുപടം നേരെയാക്കാൻ അവർ ശ്രമം തുടങ്ങി. ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും തങ്ങളുടെ ശുദ്ധാനുരാഗം മറച്ചേ പറ്റൂ. പരസ്പരാഭിമുഖ്യം ആവരണം ചെയ്തേ പറ്റൂ. നേട്ടങ്ങൾ പാകപ്പെടുത്തണം. അധരങ്ങൾ മുദ്ര വയ്ക്കണം. അവൻ ക്ഷമയും മുൻകരുതലും പ്രകടിപ്പിച്ചു. എന്ത് കാര്യം? കസ്തൂരിമാനന് മണമൊളിപ്പിക്കാനാവില്ല. സൂര്യന് മേഘങ്ങളെ തുളഞ്ഞു കയറണം. പ്രിയപ്പെട്ടവളുടെ അളകുചുരുളുകളിൽ ബന്ധിതനായ കാമുകന് ക്ഷമയും മുൻകരുതലും വിലങ്ങുകളാവില്ല. ലൈലയുടെ അഴകിൻ്റെ കണ്ണാടിയാണ് കൈസിൻ്റെ ആത്മാവ്. അതിൽ പ്രതിബിംബിക്കുന്നതിനെക്കുറിച്ച് അവൻ എങ്ങനെ നിശബ്ദനാകും? തൻ്റെ ജീവൻ്റെ നിതാന്ത സ്രോതസ്സിലേക്ക് കണ്ണയക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ ശ്രമിച്ചു. ഹൃദയം യുക്തിയുമായി കലഹിച്ചു. പ്രണയം നിഷേധിക്കാൻ യുക്തി ആവശ്യപ്പെട്ടു. ഹൃദയം അവളെ ലഭിക്കാഞ്ഞ് രോഗശയ്യയിലായി. അവളിൽ നിന്നകന്ന് കൈസിന് ശാന്തി ലഭിച്ചില്ല. വെളിയിൽ വെച്ച് അവളെ അന്വേഷിക്കുന്നത് 2 പേർക്കും ആപത്താണ്. എന്താണൊരു പോംവഴി? ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഒരു വഴിയും തെളിഞ്ഞില്ല. ഭാരം തൂങ്ങി കാലിടറി വീണ വണ്ടിക്കാളയെപ്പോലെ അവന് മനസ്സിൻ്റെ സമനില തെറ്റി. ഒരിക്കലും മനസ്സിലാകാത്തവർ, കാലിടറി വീഴാത്തവർ അവനെ പരിഹസിച്ചു. മജ്നു, ഭ്രാന്തൻ. ആ പേര് പടർന്നു. അവൻ്റെ ബാഹ്യപ്രകൃതി അങ്ങനെ ആയിത്തീരുകയും ചെയ്തു. പരിഹസിക്കുന്നവർക്ക് അവൻ ചെവി കൊടുത്തില്ല. അവർക്കിടയിലൂടെ ലൈലയുടെ ചന്തത്തെ വാഴ്ത്തി അവൻ നടന്നു. രാഖ്യനാവുകൾ പകൽ വെളിച്ചത്തിൽ വിസ്തരിച്ചു. വിപത്ത് സ്വധർമ്മം ഭംഗിയായി നിർവഹിച്ചു. വേട്ടനായ്ക്കൾ ഇരയ്ക്കു പിന്നാലെ കുരച്ചു പാഞ്ഞു. പേ പിടിച്ച്, നാവു നീട്ടി, മുരണ്ടു കുരച്ച് അവർ ആൺമാനിനെ ഭായിച്ചു. ലൈലയുടെ ബന്ധുക്കൾക്ക് തീരെ സഹിച്ചില്ല. അവളുടെ മാനം കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും മാനമായി അവർ കണക്കാക്കി. അവരവളെ സുരക്ഷിത വലയത്തിലാക്കി. കൈസ് അവളെ കാണാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്തു. പുതുചന്ദ്രനെ വിഡ്ഢിയുവാവിൽ നിന്ന് അവർ മറച്ചുപിടിച്ചു. മാനിന് മേച്ചിൽ സ്ഥലത്തെത്താനുള്ള എല്ലാ വഴികളും അടഞ്ഞു. ലൈല നിസ്സഹായയായി. ഉള്ളിലെ നൊമ്പരം അവൾ ഒളിച്ചുവെച്ചു. ഏകയായി തീരുമ്പോൾ മാത്രം മുഖമറ നീക്കി അവൾ പൊട്ടിക്കരഞ്ഞു. ലൈലയുടെ വേർപാട് സ്വന്തം വീട്ടിലും ആ യുവാവിനെ അന്യനാക്കി. ലൈല രഹസ്യമായി പൊട്ടിക്കരയുമ്പോൾ അവൻ തൻ്റെ അസംതൃപ്തി പരസ്യമായി തന്നെ പ്രകടമാക്കി. അവൻ അങ്ങുമിങ്ങും കാണപ്പെട്ടു. കൂടാരങ്ങൾക്കിടയിലെ ഇടവഴികളിലും ചന്തസ്ഥലത്തും അവൻ അലഞ്ഞു നടന്നു. ലക്ഷ്യമില്ലാത്ത അലച്ചിൽ, ഉള്ളുപൊള്ളുന്ന വേദന. തുറിച്ചു നോക്കിയവരെ അവൻ വകവെച്ചില്ല. കൺപീലികൾക്കിടയിൽ നിന്ന് കാട്ടരുവി പോലെ കണ്ണീരുറന്നു ചാടി. മറ്റു കമിതാക്കളെ പോലെ തൻ്റെ വേദന പുറത്തേക്കൊഴുക്കാൻ അവൻ വിഷാദഗീതികൾ മൂളി. അവൻ കടന്നു പോകുമ്പോഴൊക്കെ ആളുകൾ ചുറ്റും കൂടി വിളിച്ചു കൂവി, ദേ ഭ്രാന്തൻ മജ്നു, മജ്നു വരുന്നു. സവാരിക്കാരൻ്റെ കയ്യിൽ നിന്നും കടിഞ്ഞാൻ വഴുതിപ്പോയി. മുറിച്ചൊരു പഴത്തിൻ്റെ ഉൾക്കരു പോലെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ള വെളിവാക്കപ്പെട്ടു. പ്രിയപ്പെട്ടവളെ മാത്രമല്ല, അവനെ തന്നെ അവന് നഷ്ടമായി. ഉള്ളിലാളുന്ന അഗ്നിയുടെ പ്രതിഫലനം മുഖത്ത് തെളിഞ്ഞു കണ്ടു. അവൻ്റെ മുറിവിൽ നിന്ന് ചോര വാർന്നൊലിക്കുന്നതും കണ്ടു. അവൾക്കു വേണ്ടിയാണ് അവൻ നോവനുഭവിച്ചത്. പക്ഷേ അവൾ ദൂരെ തന്നെ. ഈ അവസ്ഥ തുടരുവോളം കൈസ് മജ്നുവായി തുടർന്നു. എരിഞ്ഞമരുന്നൊരു മെഴുകുതിരി പോലെ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതിരുന്നു. ആത്മാവും ശരീരവും അനുഭവിക്കുന്ന മാരകവേദന ശമിപ്പിക്കാൻ മരുന്നു തേടി. സന്ധ്യ ഇരുളുമ്പോൾ പാഴ്മോഹങ്ങളുടെ പിശാചുകൾ നഗ്നപാതനാക്കി നഗ്നശിരസ്കനാക്കി മരുഭൂമിയിലൂടെ അവനെ ഭായിച്ചു. അപ്പോൾ അസാധാരണ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. മജ്നു ലൈലയിൽ നിന്ന് വേർപിരിക്കപ്പെട്ടെങ്കിലും മോഹങ്ങൾ തടവിലെ റാണിയുടെ അടിമയാക്കി അവനെ മാറ്റിയിരുന്നു. അവൻ ഒരു ഭ്രാന്തനായി പരിണമിച്ചിട്ടുണ്ടാകാം. പക്ഷേ പ്രണയത്തിൻ്റെ തമ്പുരുവും വേദനയുടെ പിരിമുറുക്കവും അവനെ ഒരു കവി കൂടെയാക്കി. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ അവൻ പ്രിയ സഖിയുടെ കൂടാരത്തിലേക്ക്
ഒളിച്ചു നീങ്ങി. ചിലപ്പോഴൊക്കെ പ്രണയവ്യതിതരായ ചില സുഹൃത്തുക്കളും കൂടെ കാണും. മിക്കവാറും ഒറ്റയ്ക്കാകും സഞ്ചാരം. സഞ്ചാരത്തിനിടയിൽ സ്വന്തം കവിതാശകലങ്ങൾ മൂളിക്കൊണ്ടിരിക്കും. വടക്കൻ കാറ്റിന്റെ വേഗത്തിൽ വന്ന് കൂടാരത്തിന്റെ പൂമുഖവാതിലിൽ നിഴൽ പോലെ ചുംബിച്ച് പുലരും മുമ്പ് തിരിച്ചുപോകും. തിരിച്ചുപോകൽ താങ്ങാനാകുന്നില്ല. ഒരു നീണ്ട വർഷമെടുക്കും പോലെ ഒരു തണ്ണീർ തൊട്ടിയിലേക്ക് വെള്ളം ആഞ്ഞു വീഴുന്ന വേഗത്തിലാണ് വരവ്. പോക്കോ മുൾച്ചെടികൾ നിറഞ്ഞ നൂറുകണക്കിനു പിളർപ്പുകൾ ഇഴഞ്ഞു താണ്ടുന്നതുപോലെ. വിധി സന്തോഷിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മടങ്ങിപ്പോകില്ല. അറ്റം കാണാത്ത കടലിലെ തകർന്ന കപ്പലായിരുന്നു അവന്റെ ഹൃദയം. കോളടങ്ങാത്ത തിരകളിൽ വഴിതെറ്റി അലയുന്ന കപ്പൽ. മറ്റുള്ളവരുടെ വാക്കുകൾ അപ്പാടെ അവഗണിച്ചു. ലൈല എന്ന വാക്കിനോട് മാത്രം ചെവി ജാഗരൂകമായി. മറ്റു കാര്യങ്ങൾക്കു നേരെ കാതും നാക്കും മുദ്രവെച്ചു. തേങ്ങിക്കരഞ്ഞ ഒരു മദ്യപനെ പോലെ ആടിയുലഞ്ഞ് അവൻ നീങ്ങി. കുഴങ്ങി വീണാൽ കുതിരയെണീറ്റ് ആടിയാടി വീണ്ടും നീങ്ങും. ലൈലയുടെ വംശക്കാരുടെ കൂടാരം കുന്നിൻ പ്രദേശമായ നജദയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ മാത്രമായി വാസം. തന്റെ കരുത്ത് തകരുന്നതായി തോന്നിയൊരു നിമിഷത്തിൽ കിഴക്കൻ കാറ്റിന്റെ കയ്യിൽ ലൈലയ്ക്കായി ഒരു സന്ദേശം നൽകി. കിഴക്കൻ കാറ്റെ, നീ നേരത്തെ എണീറ്റു ചെല്ലുക. അവളുടെ മുടി തഴുകി ചെവിയിൽ മന്ത്രിക്കുക. നിനക്കായി എല്ലാം ത്യജിച്ചവൻ നിന്നിലേക്കുള്ള പാതയിൽ പൊടി പിടിച്ചു കിടക്കുന്നു. വീശുന്ന കാറ്റിൽ നിന്റെ ശ്വാസമാണവൻ തിരയുന്നത്. സ്വന്തം വ്യഥ അവൻ മണ്ണിനോടോതുന്നു. അവനെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായി ഒരു നെടുവീർപ്പെങ്കിലും അയച്ചു തരിക. എൻ്റെ പ്രിയപ്പെട്ടവളെ, കാറ്റുപോലെ വിറകൊള്ളുന്ന എൻ്റെ പ്രാണൻ നിനക്കായി സമർപ്പിച്ചില്ലേ? അതെന്നെ വിട്ടുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പൊടിയിൽ ഞാൻ ഉപയോഗശൂന്യനാണ്. പ്രണയാഗ്നിയിൽ ഞാൻ ആളിത്തീർന്നു. അസന്തുഷ്ടി കണ്ണീരിൽ മുങ്ങിത്താണു. ലോകം ജ്വലിപ്പിക്കുന്ന സൂര്യൻ വരെ എൻ്റെ നിശ്വാസത്തിൻ്റെ ചൂടുതട്ടി കരിഞ്ഞു തുടങ്ങി. എൻ്റെ പ്രാണന്റെ അദൃശ്യമെഴുകിത്തിരിനാളം നിനക്കു ചുറ്റും പാറിക്കളിക്കുന്ന ഈയാംപാറ്റുകളെ ദ്രോഹിക്കുന്നില്ല. നിന്റെ കണ്ണുകളുടെ ആഭിചാരം കൊണ്ട് വശീകരിക്കപ്പെട്ടുപോയ എൻ്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം നാൾക്കുനാൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിനക്കുള്ള കാത്തിരിപ്പാണ് എൻ്റെ ഹൃദയത്തിന് സാന്ത്വനം. അതിൻ്റെ മുറിവും മുറിവുണക്കുന്ന ലേപനവും. നിന്റെ മധുരാധരങ്ങളുടെ ചെറുതരികളെങ്കിലും എനിക്ക് അയച്ചു തരാൻ നിനക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ. കരിങ്കണ്ണ് വളരെ പെട്ടെന്ന് എന്നെ നിന്നിൽ നിന്ന് വേർപെടുത്തി. ചാറു തുളുമ്പുന്ന പഴം തട്ടിപ്പറിച്ചെടുത്ത് ദാഹം കൊണ്ട് പൊരിയുന്നവനാക്കി മണ്ണിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞു. മുറിവുകളിൽ നിന്ന് ചോര വാർന്ന് അസ്തപ്രാണനായി കിടക്കുന്ന എൻ്റെ നേരെ അവൻ വിരൽ ചൂണ്ടുന്നു. അതെ, ലോകത്തിൻ്റെ കരിങ്കണ്ണിന് ഇരയാണ് ഞാൻ. എനിക്ക് മാത്രം സ്വന്തമായതിനെ തട്ടിയെടുത്തു. ആർക്കാണ് കരിങ്കണ്ണിനെ പേടിയില്ലാത്തത്? ആളുകൾ രക്ഷകെട്ടി കുട്ടികളെ അതിൽ നിന്ന് രക്ഷിക്കുന്നു. സൂര്യൻ പോലും അതിൻ്റെ അന്ധകാരത്തെ പേടിച്ച് ആകാശനീലിമയുടെ മുഖാവരമണിയുന്നു. പക്ഷേ എനിക്ക് രക്ഷകളില്ല. എൻ്റെ രഹസ്യം മറയ്ക്കാൻ ഒരു മുഖാവരണവുമില്ല. നിധിക്ക് ഒരു ഒളിസ്ഥലമില്ല. അതുകൊണ്ട് ലോകം പെട്ടെന്നത് തട്ടിക്കൊണ്ടുപോകുന്നു. ഒരിക്കൽ കൂടി യുവവാസരം പട്ടിൻ്റെ വെട്ടിത്തിളങ്ങുന്ന പ്രഭാതമേലങ്കി ചാർത്തി. ആകാശത്തിൻ്റെ കാതിൽ സൂര്യൻ എന്ന വിശേഷ കർണാഭരണം ചാർത്തി. അതിൻ്റെ അഗ്നിനാളങ്ങളിൽ നക്ഷത്രങ്ങളുടെ രസലോഹം ഉരുകിയൊഴിച്ചു. പ്രിയതമയുടെ കൂടാരത്തിനരികെ കൂട്ടുകാരോടൊപ്പം മജ്നു പ്രത്യക്ഷപ്പെട്ടു. ഇരുളിൻ്റെ വസ്ത്രമണിഞ്ഞ് രാത്രിയിൽ മാത്രമേ മജ്നു അവിടെ വന്നിരുന്നുള്ളൂ. ഇന്നു പക്ഷേ അവന് ക്ഷമയറ്റിരുന്നു. ആർക്കുവേണ്ടിയാണോ ഹൃദയം വിങ്ങിത്തകരുന്നത്, ആ ലൈലയെ അവനു കണ്ടേ തീരൂ. ലക്ഷ്യത്തോടടുക്കും തോറും ചുവടുകളുടെ നില തെറ്റിത്തുടങ്ങി. ആശകളുടെ ലഹരിയിൽ ജ്വരപ്രതീക്ഷകളിൽ കുഴഞ്ഞാടി താൻ മന്ത്രിക്കുന്ന ഈരടികളെ പോലെ ചുണ്ടുവിറച്ച് അവനെത്തി. പെട്ടെന്നവൻ നിന്നു. കൺമുന്നിൽ കൂടാരം തന്നെയോ? സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വളരെ അപൂർവം. തിരശീല മെല്ലെ നീങ്ങി. പ്രഭാത വെളിച്ചത്തിൽ കൂടാര കവാടത്തിൽ ഇരുണ്ട അന്തപുരത്തിനെതിരായി അവൾ ഇരിക്കുന്നു. ലൈല, അവൻ്റെ ചന്ദ്രിക. മജ്നു ഒന്നു നെടുവീർപ്പിട്ടു. ലൈലയും കണ്ടു. മുഖക്കണ്ണാടിയിൽ അവർ അന്യോന്യം തിരിച്ചറിഞ്ഞു. അവരുടെ ഭീതി, വേദന, പ്രണയം എല്ലാം. രണ്ടുപേരും അനങ്ങിയില്ല. മിഴികൾ കൂട്ടിമുട്ടി എന്നു മാത്രം. ഈ സധയ നിശ്വാസങ്ങളാണ് രാവിനോടും കാറ്റിനോടുമൊപ്പം വിശ്വാസത്തോടെ അവർ പങ്കുവച്ചിരുന്നത്. ലൈല ഒരു വീണ, മജ്നു ശ്രുതി താഴ്ന്ന വയലിൻ. ഈ പ്രഭാതത്തിൻ്റെ മുഴുകാന്തിയാണ് ലൈല. എന്നിട്ടും ഒരു മെഴുകുതിരി അവളുടെ മുന്നിൽ എരിയുന്നു. ആസക്തിയോടെ സ്വയം ഉരുകിക്കൊണ്ട്. അവളായിരുന്നു ഏറ്റവും സുന്ദരമായ ആരാമം. മജ്നു ആശകളുടെ അടിമുടി കത്തുന്ന പന്ഥവും. അവളൊരു പനിനീർ കമ്പ് നട്ടു. അവനത് കണ്ണീരുകൊണ്ട് നനച്ചു. ലൈല വസന്തത്തിലെ മുല്ലവള്ളിയായി. മജ്നു ശിശിരത്തിലെ മുല്ലപ്പൂക്കാത്ത പുൽത്തകിടായി. ഇരുണ്ട ചുരുൾമുടി ഇഴകൾക്കിടയിലൂടെ ഒറ്റ നോട്ടം കൊണ്ട് വശീകരിക്കാൻ ലൈലയ്ക്ക് കഴിഞ്ഞിരുന്നു. അവളുടെ മുന്നിൽ നൃത്തം ചെയ്യുന്ന അടിമയും ഫക്കീറുമായി മജ്നു. കസ്തൂരി ഗന്ധം തൂവുന്ന വീഞ്ഞിൻ്റെ ചില്ലുപാത്രം ലൈലയുടെ കയ്യിൽ.
വീഞ്ഞു തൊടാതെ തന്നെ അതിൻ്റെ മധുരഗന്ധത്തിൽ മജ്നു മത്തനായി. അകലത്തിൽ നിന്നുള്ള ആകസ്മികമായ ഈ സമാഗമം മാത്രമേ കമിതാക്കൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. വിധിചക്രം ക്ഷണിക സന്തോഷത്തെ പോലും ദുരന്തമാക്കാതിരിക്കാൻ പാറാവുകാരെയും ചാരന്മാരെയും ഭയന്ന് മജ്നു ഓടി. ലൈലയെ കണ്ടെത്താൻ അവളിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. മജ്നുവിൻ്റെ രഹസ്യ നീക്കങ്ങൾ ലൈലയുടെ ക്രുദ്ധരായ ബന്ധുക്കളിൽ നിന്ന് അധികകാലം ഒളിപ്പിക്കാനായില്ല. അലോസരക്കാരൻ്റെ ഓരോ മാർഗവും അടയ്ക്കാൻ രാപ്പകൽ എല്ലായിടത്തും അവർ കാവൽ ശക്തമാക്കി. ഇരുകരകൾക്കിടയിലെ പാലം തകർന്നു വീണു. ഒച്ചയുടെ ഒരലയും ഒരു കരയിൽ നിന്ന് മറുകരയിലെത്തിയില്ല. എന്നാലും മജ്നു നജത് പർവ്വതങ്ങൾക്ക് ചുറ്റും തൻ്റെ അലച്ചിൽ തുടർന്നു. തൻ്റെ വാസസ്ഥലവും മേച്ചിൽപ്പുറങ്ങളും വിട്ട് മരുഭൂമിയിലൂടെ ലക്ഷ്യമില്ലാതെ അവൻ അലഞ്ഞു. അലച്ചിലിനിടയിൽ ഗസലുകൾ നിർമ്മിച്ച് സ്വയം പാടി. പഴംതുണികൾ ധരിച്ച് ഒരു ഘാടനായി അവൻ നടന്നു. സ്വന്തം വിഷാദരാഗത്തിൽ അലിഞ്ഞ് ആരെയും ഒന്നിനെയും അവൻ ശ്രദ്ധിക്കാതെയായി. സ്വന്തം ഹൃദയത്തിൻ്റെ പ്രതിധ്വനി തിരിച്ചറിഞ്ഞവനെ മറ്റൊന്നിനും തൃപ്തിപ്പെടുത്താനോ ശല്യപ്പെടുത്താനോ ആവില്ല. ആകെയുണ്ടായിരുന്ന 2-3 സഹചരർ പോലും നേരത്തെ തന്നെ അവനെ ഉപേക്ഷിച്ചിരുന്നു. ദൂരെ നിന്ന് അവനെ ചൂണ്ടി ആളുകൾ പറഞ്ഞു, "ദേ മജ്നു, ഭ്രാന്തൻ, തെമ്മാടി." കൈസ് എന്നായിരുന്നു അവൻ്റെ പേര്. അവനെയും അവൻ്റെ കൂട്ടക്കാരെയും നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ആളുകൾക്കിടയിൽ അവനെക്കുറിച്ച് നാണക്കേട് തോന്നാത്തതായി ആരുമുണ്ടായിരുന്നില്ല. എന്നിട്ടും ദുരന്തത്തിൽ നിന്ന് അവനെ കരകയറ്റാൻ അവർ ആവുന്നതൊക്കെ ചെയ്തു. എന്തു കാര്യം? കൊടും തീയിനെ അണയ്ക്കാൻ സതുപദേശത്തിനാവുമോ? ഏതുപദേഷ്ടാവാണ് ഇത്ര മാനസിക വ്യത അനുഭവിച്ചിരിക്കുക? എന്നാലും കാര്യങ്ങൾ മുന്നോട്ടു പോകണ്ടേ? ഖമിതാവിൻ്റെ മാനസിക നിലയും കുടുംബത്തിൻ്റെയും വംശത്തിൻ്റെയും സൽകീർത്തിയും അപകടത്തിലാവുകയാണ്. ഖൈസിൻ്റെ പിതാവാകട്ടെ അമീർ വംശത്തിൻ്റെ അധിപൻ കൂടിയാണ്. മകൻ വരുത്തിവെച്ചതും അനുഭവിക്കുന്നതുമായ ദുരന്തം അദ്ദേഹത്തോളം ആരെയും ഉലച്ചില്ല. വിധി മറിച്ചാക്കാൻ അദ്ദേഹത്തിനായില്ല. സമ്മർദ്ദം കൊണ്ട് ആ വൃദ്ധൻ നിരന്തരം അവശനായി. മജ്നു രക്ഷപ്പെടുന്നതിൻ്റെ വിദൂര ലക്ഷണം പോലും കാണാതായപ്പോൾ പിതാവ് തൻ്റെ വംശത്തിലെ പ്രായം ചെന്നവരെയും ഉപദേഷ്ടാക്കളെയും കൂടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഓരോരുത്തരും അവർക്കറിയാവുന്ന മറുപടി നൽകി. അവർ വിവരിച്ച നീണ്ട ശോകകഥ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തല താണു. നെഞ്ചിലെ ഭാരം കൂടി. എന്തു ചെയ്യും? കേട്ട കാര്യം ഗൗരവമായെടുത്ത് അദ്ദേഹം പറഞ്ഞു, "ഈ പെൺകുട്ടിക്ക് വേണ്ടി എൻ്റെ മകൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവളെ ജയിക്കാൻ കഴിഞ്ഞാലേ അവനെ തന്നെ തിരിച്ചു കിട്ടൂ. ലോകത്തിൻ്റെ കണ്ണായി ഈ രത്നത്തെ എണ്ണുന്നതിനാൽ അവൻ ആകെ കുഴങ്ങിയിരിക്കുന്നു. തന്നിൽ നിന്നത് മറിഞ്ഞിരിക്കുന്നതിനാൽ അവൻ ഇരുട്ടിൽ തപ്പുകയാണ്, ഒരന്ധനെ പോലെ. അവൻ്റെ മുത്ത് നാം കണ്ടുപിടിക്കണം. പനിനീർമുട്ടിൽ പറ്റിയിരിക്കുന്ന പൊടി തുടച്ചാൽ അതൊരു പൂവായി വിടരും." മുതിർന്ന ഓരോരുത്തരുടെയും അഭിപ്രായം സയ്യിദ് ആരാഞ്ഞു. എല്ലാവരും അനുകൂലിച്ചു. നിദ്രാചരന്റെ ചന്ദ്രികയെ ജയിക്കാൻ ലൈലയുടെ ഗോത്രക്കാരുടെ അടുത്തേക്ക് പ്രതിനിധിയെ അയക്കാൻ അവർ തീരുമാനിച്ചു. പറഞ്ഞു നാവെടുക്കും മുമ്പ് കാര്യം നടപ്പായി. വൃദ്ധനായ സയ്യിദ് തന്നെ സംഘത്തെ നയിച്ചു. തന്റെ വിഷാദം ഒഴിവാക്കി ഖമിതാക്കളെ ചേർത്തു വയ്ക്കാമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അദ്ദേഹം മുന്നിട്ടിറങ്ങി. 2 ഗോത്രങ്ങളും തമ്മിൽ മുൻ വൈരാഗ്യങ്ങളൊന്നുമില്ലാത്തതിനാൽ അതിഥികൾക്ക് സൗഹൃദത്തിന്റെ ഊഷ്മളമായ വരവേൽപ്പ് തന്നെ ലഭിച്ചു. സൽക്കാര മാധുര്യം പകർന്നതിനു ശേഷം ആതിഥേയർ വിനയാന്വിതരായി സയ്യിദിനോട് അന്വേഷിച്ചു, "എന്താണ് വരവിന്റെ ഉദ്ദേശമെന്ന് ദയവായി പറയൂ. എന്തു സഹായമായാലും അത് നടന്നിരിക്കും. അങ്ങേക്കുള്ള ഉപകാരം ഒരു ബഹുമതിയായി ഞങ്ങൾ കണക്കാക്കുന്നു." "ഞാൻ സമീപിച്ചിട്ടുള്ളത് ആർക്കു വേണ്ടിയാണോ ആ ചെറുപ്പക്കാരൻ നമ്മുടെ ബന്ധത്തെ അരക്കിട്ടുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു," സയ്യിദ് പ്രതിവചിച്ചു. വംശപ്രമുഖരാൽ വലയം ചെയ്യപ്പെട്ടിരുന്ന ലൈലയുടെ പിതാവിനെ മെല്ലെ നോക്കി അദ്ദേഹം തുടർന്നു, "താങ്കളുടെ മകൾക്കും എൻ്റെ മകനും അവരുടെ ജീവിതം പരസ്പരം പരിപുഷ്ടമാക്കാൻ കഴിയുമാറാകട്ടെ. നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഉറച്ചൊരു പാലം പണിയാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. താങ്കളുടെ കുഞ്ഞിൻ്റെ കരം എൻ്റെ സ്വന്തം നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. ഇരുവരും ഒരേ മരുഭൂമിയിൽ വളർന്നു വലുതായവരല്ലേ? അങ്ങയുടെ നീരുറവയിൽ നിന്നും പാനം ചെയ്യാൻ എൻ്റെ മകന് ദാഹിക്കുന്നു. അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അത് തിരിച്ചു കൊണ്ടുവരും. മാത്രമല്ല, എൻ്റെ അപേക്ഷയെക്കുറിച്ച് ഞാൻ തെല്ലും ലജ്ജിക്കുന്നില്ല. നമുക്കിടയിൽ എന്നേക്കാൾ നിലയുള്ളവരായി ആരുമില്ലെന്ന് നിങ്ങൾക്കുമറിയാം. അനേകം അനുയായികളും ഇഷ്ടം പോലെ സ്വത്തും എനിക്കുണ്ട്. വിലപ്പെട്ട സുഹൃത്തും മഹാപരാക്രമിയായ ശത്രുവായി തീരാൻ എനിക്ക് സാധിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് സ്ത്രീധനവും ഉടൻ നിങ്ങളുടേതായി തീരും. ഒരു വാങ്ങലുകാരനായാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ബുദ്ധിമാനാണെങ്കിൽ നിങ്ങൾക്ക് വില നിശ്ചയിച്ച് വിൽക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്ന് വലിയൊരു ലാഭത്തിന് അവസരമുണ്ട്. നാളെ ചിലപ്പോൾ വൈകിയേക്കാം. ചന്തയിൽ സാധനങ്ങളുടെ വില എത്ര പെട്ടെന്ന് താഴുന്നു എന്ന കാര്യം മറക്കാതിരിക്കുക." ഇങ്ങനെയാണ് സയ്യിദ് നിർത്തിയത്. മകനെക്കുറിച്ചുള്ള ഉത്കണ്ഠ നാക്കിൻ്റെ മൂർച്ച കൂട്ടി. ലൈലയുടെ പിതാവ് പക്ഷേ അഭിമാനിയായ കടുത്ത ഒരു മനുഷ്യനായിരുന്നു. അമീർ നിർത്തിയെടുത്തു നിന്ന് അദ്ദേഹം ആരംഭിച്ചു,
നിങ്ങളുടെ മാത്രം കാര്യമാണ് നിങ്ങൾ പറയുന്നത്. വിധിയെയോ ലോകഗതിയെയോ മാറ്റാൻ നിങ്ങളുടെ വാക്കുകൾക്കാവില്ല. അസ്സലായി നിങ്ങൾ സംസാരിച്ചു. പക്ഷേ അതൊരുക്കിയിട്ടുള്ള അഗ്നിയിലേക്ക് എന്നെ കെണിവെച്ച് പിടിക്കാൻ ആവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനോഹരമായൊരു പൊതി നിങ്ങൾ നീട്ടി. അതിനുള്ളിൽ എൻ്റെ ശത്രുക്കൾക്ക് സന്തോഷിക്കാനുള്ളതാണെന്ന സത്യം നിങ്ങൾ മറച്ചുപിടിച്ചു. നിങ്ങളുടെ മകൻ യുവാവാണ്. ദൂരെ നിന്ന് കണ്ടിട്ടുമുണ്ട്. അവന് എവിടെയും സ്വാഗതം ലഭിക്കുകയും ചെയ്യും. പക്ഷേ അതുമാത്രമേ അവനെക്കുറിച്ച് അറിയൂ എന്ന് തോന്നുന്നുണ്ടോ? അവനെക്കുറിച്ചും അവൻ്റെ മണ്ടൻ പ്രകൃതിയെക്കുറിച്ചും ആവശ്യത്തിൽ കവിഞ്ഞു തന്നെ കേൾക്കാത്ത ആരുണ്ട്? അവൻ്റെ വട്ടിനെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത്? അവൻ ഭ്രാന്തനാണ്. ഭ്രാന്തൻ ഞങ്ങൾക്കൊരു മരുമകനാവില്ല. ആദ്യം അവൻ്റെ അസുഖം മാറാൻ നന്നായി പ്രാർത്ഥിക്ക്. അത് മാറി വരട്ടെ. പിന്നെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാം. അതുവരെ അതിനെക്കുറിച്ചുള്ള ചോദ്യം തന്നെ ഉദ്ഭവിക്കുന്നില്ല. കുറ്റമറ്റ രത്നങ്ങളോട് ചേർത്ത് വയ്ക്കാൻ ഒരു കിഴട്ടുകല്ല് ആരു വാങ്ങിക്കും? മറ്റൊന്നുകൂടിയുണ്ട്. അറബികളുടെ കൂർത്ത നേട്ടത്തെക്കുറിച്ചും മൂർച്ചയുള്ള നാക്കിനെക്കുറിച്ചും നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ പറയുന്നതുപോലെ ഞാൻ പ്രവർത്തിച്ചാൽ അവരെന്തു പറയുമെന്നും അവരുടെ പരിഹാസം എങ്ങനെയായിരിക്കുമെന്നും നിങ്ങൾക്കും അറിയാം. അതിനാൽ നിങ്ങൾ പറഞ്ഞതൊക്കെ മറന്നുകളയുക. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പ്രയാസമുള്ളതായിരുന്നെങ്കിലും മജ്നുവിൻ്റെ പിതാവിന് ഉത്തരം കിട്ടിയില്ല. അദ്ദേഹം നിശബ്ദനായി. ഇനി കൂടെയുള്ളവരെയും കൂട്ടി അവിടെ നിന്നിറങ്ങുക മാത്രമേ കരണീയമായുള്ളൂ. വിജയപ്രതീക്ഷ ഉറപ്പിച്ചിറങ്ങിയിട്ട് ഒന്നും നേടാതെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു.